ആ കുന്തോന്ന് ഓഫാക്കടി. കൃഷ്ണ ഗുരുവായൂർ. ഹരി, എണീക്ക് മോളെ, സമയായി. ഹരി. അമ്മേ എണീറ്റു. ആച്ചി ആച്ചി എണീക്ക്. എന്റെ ചേച്ചി, നീ ഇന്റർവ്യൂവിന് പോണേന് ഞാൻ എന്തിനാ എണീക്കുന്നേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എണീക്ക്. അച്ഛാ ദാ ചായ. ആ ഞാനിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വരാം അച്ഛാ. ആ അധികം താമസിക്കണ്ട, ഓട്ടോ 7 മണിക്ക് ആ വരും. ശരി അച്ഛാ. മോളെ, മോള് റെഡി ആയില്ലേ ഇതുവരെ? അതാ കഴിഞ്ഞു. ഓട്ടോ വന്നു. ചേച്ചി, ഫയലൊക്കെ റെഡി. ഇന്റർവ്യൂ മിന്നിച്ചേക്കണം. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. പോയിട്ട് വാ. വേനലിൽ ഒരു മഴ കിട്ടുന്നത് നല്ലതാ. അച്ഛാ പോ അച്ഛാ. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ലേറ്റായി. വേഗം കയറി. മാനേജറുടെ വീട്ടിലേക്കുള്ള റോഡാകെ പോക്കാം. മഴ പെയ്താ ഏത് റോഡാ നല്ലത്? അതങ്ങനെ തന്നെയാ. പിന്നെ ആ കുറുപ്പ് പൈസന്റെ ആളാ, എത്ര കിട്ടിയാലും മതിയാവില്ല. ആ അത് ശരിയാ. ജോലി കിട്ടണമെങ്കിൽ പണം എണ്ണണം. പണം ഉണ്ടെങ്കിൽ പണിയും ഉണ്ട്. എത്ര യോഗ്യത ഉണ്ടായിട്ട് എന്താ കാര്യം? അത് റെഡിയാ. ഇപ്പൊ ആ കുറുപ്പൊന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാള് മാനേജറായി ഇരിക്കുന്നതേ ഉള്ളൂ. ഒക്കെ അയാളുടെ മോനാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ നിന്റെ സീനിയറായി പഠിച്ച ആളല്ലേ? ആണെന്ന് തോന്നണം. ആ ഞങ്ങൾ പോയി വരുന്നവര് നീ ഇവിടെ നിൽക്കണേ. ശരി ശരി. ദൂരോട്ടൊന്നും പോണ്ട കേട്ടോ. വേഗം ചെല്ല്, സമയം കഴിഞ്ഞു. ഓ ഇന്റർവ്യൂ വന്നോ? സമയമൊക്കെ കഴിഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്കൂൾ പ്രിൻസിപ്പൽ സേതുലക്ഷ്മി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തനതായ സംഭാവനകൾ തലമുറകളായി ചെയ്തു വരുന്ന വ്യക്തിയാണ് ശ്രീ MMR കുറുപ്പ്. ഇദ്ദേഹം മുൻ MLA കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അദ്ദേഹത്തിന്റെ മകൻ മിസ്റ്റർ സിദ്ധാർത്ഥ് ഹാർവാർഡിൽ നിന്നും MBA കഴിഞ്ഞ് നമ്മുടെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്കൂളിൽ നിലവിൽ 2 വേക്കൻസിയാണുള്ളത്, ഇംഗ്ലീഷ്, മലയാളം. മറ്റു കാര്യങ്ങളൊക്കെ മിസ്റ്റർ കുറുപ്പ് സാറും സിദ്ധാർത്ഥും വിശദീകരിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന നവ അധ്യാപകർക്ക് എന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് സേവനമനുഷ്ഠിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. അധ്യാപന വൃത്തി അതൊരു വിത്ത് ഭൂമിയിൽ നിന്നും മുള പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ആഹ്ലാദമാണ് നൽകുന്നത്. മനുഷ്യ ജന്മത്തിൽ ഇത്രയേറെ സമുന്നതമായ വേറെ ഒരു കർമ്മമില്ല. നിങ്ങളുടെ പ്രവൃത്തിയും കർമ്മവും ജലവും വായുവും പോലെ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ ഉതകുന്നതാകണം എന്ന നിർബന്ധ ബുദ്ധി എനിക്കും മാനേജ്മെന്റിനും ഉണ്ട്. ഈ വിജ്ഞാന കേന്ദ്രത്തിന്റെ സാരഥികളായി ഭാരവാഹിത്വം വഹിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്.
ഈ സരസ്വതി ക്ഷേത്രം സർവോപരി ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കുതിക്കുവാനുള്ള ഊർജം നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിൽ അർപ്പിതമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങളെ പറ്റി എൻ്റെ മകനും ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് MBA ബിരുദം നേടിയ ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററും കൂടിയായ മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. Okay, friends, we are living in a sophisticated world where education occupies the kernel of our society. True to the word that we can conquer whole world by the wisdom of our knowledge. This knowledge is imparted through a systematic process of education. I am proud to stand in front of you as a part of this educational institution. Anyway, well, I think you are all comfortable with Malayalam. Yeah? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഞാൻ എയിം ചെയ്യുന്നത്. അതിനുവേണ്ട എല്ലാ എക്യുപ്മെന്റൽ ഫെസിലിറ്റീസ് നമുക്ക് അക്വയർ ചെയ്യണം. ബിൽഡിംഗ്സ്, ലാബ്, കമ്പ്യൂട്ടർ, അതായത് A to Z തിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഐ തിങ്ക് മാനേജ്മെന്റിനെ കൊണ്ട് മാത്രം സാധിക്കില്ല. ലെറ്റ് മീ സ്പീക്ക് ഫ്രാങ്ക്ലി, ടീച്ചിങ് കമ്മ്യൂണിറ്റി കൂടി അതിനാവശ്യമായ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഉദ്ദേശിച്ച രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു മഹത്തായ സാക്രിഫൈസ് ആയി കാണണം. സോ ഈച്ച് ആൻഡ് എവരി വൺ പ്ലീസ് റൈറ്റ് യുവർ കോൺട്രിബ്യൂഷൻ ഇൻ എ പീസ് ഓഫ് പേപ്പർ പ്രൊവൈഡഡ്. പ്ലീസ്. ശരി സാർ. ഇയാള് പ്യൂണായിരുന്നു. എല്ലാവർക്കും സേക്രഡ് സ്ഥാപനത്തിലേക്ക് മൈ ഹാർട്ടി വെൽക്കം. യു വിൽ ബി ഇൻഫോംഡ് ദ റിസൾട്ട് മേ ബി ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് തന്നെ. നിങ്ങളൊക്കെ GST ചേർത്താണ് എഴുതിയത്? അതെ. ഇനി മാറ്റി എഴുതാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ഇല്ല അല്ലേ? എന്തായി മോളെ? അതൊക്കെ പറയാച്ചാ. എന്നാ പോവാ. പോവാം. അച്ഛാ, ഞാനൊരു എമൗണ്ട് എഴുതി ഇട്ടിട്ടുണ്ട്. എത്ര? 27. അത്രയോ? എങ്ങനെയുണ്ടായിരുന്നു മോളെ? എളുപ്പമായിരുന്നു? കുഴപ്പമില്ലായിരുന്നു അമ്മേ. ചേച്ചി, ഇന്റർവ്യൂ പൊളിച്ചടിക്കിയ ടീച്ചർക്ക് എന്റെ വക മാമ്പഴ പുളിശ്ശേരി സ്പെഷ്യൽ. പിന്നൊരു കാര്യം, ജോലി കിട്ടിയ ടീച്ചറുടെ വക ഗ്രാൻഡ് ചെലവ് വേണം. പിന്നെ അവരെന്തു പറഞ്ഞു? ആ, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി, ഇതിലേതേലും ഒന്ന് തൊട്ടെ. ഓ, ഒന്ന് പോയേ. നിന്റെ വിചാരമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും ഒന്ന് തൊട്. കിട്ടിപ്പോയേ, കിട്ടിപ്പോയേ, ചേച്ചിക്ക് ജോലി കിട്ടിപ്പോയേ. ഓ പിന്നെ, നീ പറയുന്ന പോലെ അല്ലേ. ഒന്ന് പോടി. ഹലോ, അതെ, ഹരിപ്രിയയുടെ അച്ഛനാണ്. ആണോ? ഓക്കെ, ശരി സാർ. ഹരിപ്രിയേ, വിലാസിനി. എന്താ? എടി, നമ്മുടെ ഹരിക്ക് ജോലി ശരിയായി. ഓ, കാവിലമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ ഹരി. എന്താ അമ്മേ? എടി, നിനക്ക് ജോലി ശരിയായെന്ന്. ആണോ അച്ഛാ? അതേ മോളെ. ആച്ചി, എന്താ നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തെ?
ഒന്നുമില്ലടി. ആ മോൾ ഇങ്ങോട്ട് ഇരിക്കും മോളെ. ഇരിക്കച്ചാ. ജോലി കിട്ടിയപ്പോ ചേച്ചിക്ക് പ്രൊമോഷൻ ആയല്ലേ? നീ ഒന്ന് പോടി അവിടുന്ന്. ഇന്ന് അച്ഛൻ എന്തൊരു ടേസ്റ്റാ, ഒരു കുറ്റമില്ലല്ലോ പറയാൻ. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ഉപ്പും മുളകും ഒക്കെ പാകത്തിനുണ്ടാവും. നിനക്കത് ഇപ്പം മനസ്സിലാവില്ല. മോളേതാ. എടി ഹരിക്ക് ജോലി കിട്ടിയതൊക്കെ ശരി, 27 കൊടുക്കേണ്ടത്. 27? 27 ലക്ഷം. 27 ലക്ഷോ? അത്രയൊക്കെ ഉണ്ടാവുമോ? ആ ഒക്കെ കൂടി ഒരു 10-15 കാണും. എന്നാലും നമ്മുടെ ആ പടിഞ്ഞാറേപ്പറമ്പ് ആധാരം പെട്ടെന്ന് ചെയ്യണം. അത് വിറ്റിട്ട് ഇതിലേക്ക് കൊടുക്കണോ? അല്ലാതെ എന്താ വഴി? അപ്പോ അർച്ചനയുടെ അനുവിന്റെ കാര്യോ? ആ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. ഇനിയെല്ലാം ഹരിയുടെ ഉത്തരവാദിത്വമല്ലേ. 27 ഒക്കെ കൊടുക്കണോ ഇതിനൊക്കെ? നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇതൊന്നും കൊടുക്കാതെ ഇവിടെ ഒരു ജോലി ശരിയാവില്ല. ബസ് വരാറായോ മോളെ? സമയാവണേ ഉള്ളൂ. ആ അച്ഛാ, മോളെ ഹരി, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി നീ വേണം ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. 2 അനിയത്തിമാരെയും. എല്ലാം എനിക്ക് അറിയാം അച്ഛാ. അമ്മേ, ഇറങ്ങട്ടെ അമ്മേ? ശരി അച്ഛാ. പോയി വാ. Can you tell me where's the office room? There, at the end. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആ വരൂ. ഹരിപ്രിയ, ഇന്ദു, ഇരിക്കൂ. ഇത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. രജിസ്റ്ററിൽ സൈൻ ചെയ്തോളൂ. നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് 3ാമത്തെ വർഷമാണിത്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. കഴിഞ്ഞ വർഷം റിസൾട്ട് വളരെ കുറവായിരുന്നു. 100% റിസൾട്ടാണ് നമ്മുടെ ലക്ഷ്യം. മാഡം, ഇവർക്ക് സ്റ്റാഫ് റൂം കാണിച്ചു കൊടുക്കൂ. വരൂ. താങ്ക് യു മാം. താങ്ക് യു. ഇവിടെ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം. ഇതാണ് സ്റ്റാഫ് റൂം. വാ ടീച്ചറെ, ഇതാണ് നമ്മളെ പുതിയ ടീച്ചർമാര്. വരൂ വരൂ. ഇന്ദു ഹരിപ്രിയല്ലേ? അതെ. നാടും വീടൊക്കെ എനിക്കറിയാം. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇത് അരവിന്ദ മാഷ്. ആ മാഷ് അങ്ങനെ തന്നെയാ. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയി. ഈ വലിയ കാറുകളൊന്നും നമ്മുടെ ടൗണിൽ ഒരു രക്ഷയില്ല കേട്ടോ. പുതിയ ടീച്ചർമാരാ. നവതാരങ്ങൾക്ക് എന്റെ വിനീതമായ കൂപ്പ്. ടീച്ചർ പേരെന്താ? ഹരിപ്രിയ. ടീച്ചറതോ? ഇന്ദു. ഞാൻ സണ്ണി ലൂക്കോസ് PT, ലണ്ടൻ ട്രെയിൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. വൈകണ്ട, ഫസ്റ്റ് ഡേ അല്ലേ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഞാൻ നിങ്ങളുടെ പുതിയ അധ്യാപിക ഹരിപ്രിയ. ജനപ്രിയാണോ? ഇപ്പോഴല്ല, ആവാൻ ശ്രമിക്കാം. നമുക്ക് വിശദമായി പരിചയപ്പെടുന്നതിനായി
ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, കണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം. ടീച്ചർ. കുട്ടിയുടെ പേരെന്താ? വർഷ. ടീച്ചറെ, സ്വപ്നം അല്ലേ? വെരി ഗുഡ്, താങ്ക് യു ടീച്ചർ. നിങ്ങള് കുന്നോളം സ്വപ്നം കണ്ട നിങ്ങൾക്ക് കുന്നിക്കുരുവോളം ലഭിക്കും. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്. ഇനി അടുത്ത ചോദ്യം. 3-ാം ലോക മഹായുദ്ധം ഇതിനു വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ആൻസർ ഇസ് കറക്റ്റ്. പ്ലീസ് സേ ഇറ്റ് ഇൻ മലയാളം. കുടിവെള്ളം. എല്ലാ ഭാഷകളും നമ്മൾ പഠിക്കണം. എന്നിരുന്നാലും നമ്മുടെ ഭാഷയുടെ നന്മ നാം കണ്ടറിയണം. നമ്മുടെ ഭാഷ വികസിക്കുന്നത് നമ്മളിലൂടെയാണ്. അപ്പോൾ അതിന് നമ്മൾ തന്നെ മുൻകൈയെടുക്കണം. ഇനി അടുത്ത ചോദ്യം. തല കുത്തി നിന്നാൽ വലുതാവുന്നത് എന്താണ്? 6 തലതിരിച്ചിട്ട 9 ആവുന്നതല്ലേ? വളരെ നല്ലത്. എന്റെ അഭിനന്ദനങ്ങൾ. കുട്ടിയുടെ പേരെന്താ? അഞ്ജന. ആ, അപ്പൊ ശരി, ഇനി നാളെ കാണാം. ഓക്കെ. ഹായ് ടീച്ചർ, നല്ല ചെത്താണല്ലോ. ചെത്തിനെന്താ ഇംഗ്ലീഷ് പറ ടീച്ചറെ? അടിപൊളിക്ക് ബീറ്റംബ്രേക്കെന്നല്ലേ പറയും ടീച്ചറെ? Who told you all this? Chettuga means tapping, cutting, carving, etc. കല്ല് ചെത്തുന്നതിന് ടോഡി ടാപ്പിംഗ്, കരിക്ക് ചെത്തുന്നതിന് ടെൻഡർ കോക്കനട്ട് ടാപ്പിംഗ്. Look, you may now sing a song you like the most. I gate my 40 belonging people made a ship by flower tree. കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. I gate my 40 Sit down and behave yourself. ഞാനൊന്നു നോക്കി അവരെ നോക്കി, 40 പേരും ശിഷ്യന്മാരും നോക്കി. ഞാനൊന്നു നോക്കി അവരെ നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ടെറിബിൾ. ടീച്ചറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ വേറെ വഴിക്കായി പോയി. കുഴപ്പമില്ല. ഒന്ന് പതുക്കെ ചീകമ്മേ. നേരെ ഇരിക്കവിടെ. അമ്മേ, ആ മോള് വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോളെ സ്കൂളൊക്കെ? ആദ്യ ദിവസമല്ലേ, കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് പറ്റിയ ചുള്ളന്മാരൊക്കെ ഉണ്ടോ അവിടെ? ഒന്ന് പൊടി അവിടുന്ന്. വാ മോളെ, ചായ കുടിക്കാം. അതെടുത്തോ. ഇതോ? ഇതെടുക്കണോ ചേച്ചി? അത് വേണ്ട ചേച്ചി, ഇതും കൂടി. അയ്യോ, ഇതൊന്നും വേണ്ട. കൊണ്ടുവയ്ക്ക്. ഞാൻ എടുത്തതല്ലേ. കൊണ്ടുവയ്ക്ക്. ഇതോ? ആ, അതെടുത്തു. ചേച്ചി, ഇനി ഓട്ടോ കിട്ടുമോ? ആ ജംഗ്ഷനിലുണ്ടാവും, അങ്ങോട്ട് പോകും. ആ. എന്തൊരു ബ്ലോക്കാ! ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാടെ. ടീച്ചർ എങ്ങനെയാ വന്നേ? ഞാൻ ബസ്സിലാ. അല്ല, ഈ തടി എങ്ങനെ ഇവിടെ എത്തിച്ചു? ഞാൻ 2 വീലറിലാ. എന്റെ വീട്ടിൽ 2 കാറുണ്ട്, വെറുതെ കിടക്കുക. അതെങ്ങനെ 2 കാറിൽ ഒരാൾ വരുന്നത്? ഈ കാറൊന്ന് മാറ്റണം. 1-2 ചെറിയ കാറ് വേണം.
കാർ 5-10 വാങ്ങാലോ. ജർമ്മനിന്നല്ലോ കാശ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ആ പ്യൂണ് രാഘവനാരുള്ളപ്പം എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കം ഉണ്ടായിരുന്നു. അടക്കമില്ലെങ്കിലും ഒതുക്കല് നല്ലോണം നടക്കുന്നുണ്ടല്ലോ. പറഞ്ഞു പറയിപ്പിക്കണ്ട. ടീച്ചറെ, ഈ കാൻഡിഗേഷൻ എന്താ സമ്മേളനം. നമസ്കാരം. പുതിയ ടീച്ചർമാർക്ക് വന്നല്ലോ. അതെ. അല്ല, ട്രഷറർ ഇപ്പോഴും ഫണ്ട് മനോജ് തന്നെയല്ലേ? ആ അതെ. ആ അത് മതി. ആ ഭാർഗവൻ മാഷ്ട മോളല്ലേ? അച്ഛനും ഞാൻ സുഹൃത്തുക്കളാ. അറിയാം. ടീച്ചർ ഇനി യൂണിയന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. നേതാവായി വരേണ്ട ആളാണ്. ടീച്ചർ ഇതുവരെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞമ്മളെ മൂപ്പരാന്നും സമ്മതിക്കില്ല മാഷേ. ബാലമാഷ പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മുടെ മനോജ്. എവിടെ ഫണ്ട് ഉണ്ടോ അവിടെ മനോജ്. അതാണ് നമ്മുടെ ഫണ്ട് മനോജ്. സാറേ, കഴിഞ്ഞ വർഷത്തെ സാറിന്റെ പരസ്യം ഡ്യൂ ആണ്. അത് നമുക്ക് ശരിയാക്കാന്ന്. അല്ല, മറ്റേ ടീം വന്നോ യൂണിയനിൽ ചേർക്കാൻ? ഇനി അതോ വന്നാലും മാഷേ അവർക്കറിയില്ല നമ്മളൊക്കെ ആരാണെന്ന്. ഇവിടെ ചിലർക്കൊക്കെ അങ്ങോട്ട് ചെറിയൊരു ചായവുണ്ട്. കുറെ ആൾക്കാരുണ്ടായിട്ടും യൂണിയന്റെ പ്രവർത്തനം തീരെ പോരാ. നമ്മുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണേ. എല്ലാരും ഒന്ന് ഉഷാറാക്കണം. ഉഷാറാക്കാം മാഷേ. ഫണ്ടിന്റെ കാര്യത്തിലും അത് അപ്പൊ എന്നാ എല്ലാം പറഞ്ഞ പോലെ. ഓ ശരി എന്നാ. ശരി. ശരി. ഓക്കെ. ഉഷാറാക്കണം മാഷേ. പിന്നല്ല. Hope you have gone through the new chapter that we have started in our previous class. So, the narrator was speaking about his village, Hosahalli, and about his villagers. But he has not introduced the protagonist yet. In the next 2 paragraphs too, he talks about his... Excuse me? Yes? മാഡത്തിന് ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. Okay. So, students, be silent. I'll be back in few minutes. Okay. Indu, what happened yesterday? Nothing, sir. I measured the pulse of the students. Okay. You see, teacher, this is an aided school. We need both the support of public and students. Some things നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്നടിക്കണം. ടീച്ചിങ് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ. പഠിക്കേണ്ടത് സ്റ്റുഡൻസിന്റെ ഡ്യൂട്ടിയും. അതായത് teacher is right. So be friendly with the students. Yes, sir. I can understand. Okay, please. എന്താ ടീച്ചർ ഉപദേശം? ടീച്ചർ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാം പതുക്കെ ശീലായിക്കോളും. എന്തായിരുന്നു ടീച്ചറെ രാവിലെ തന്നെ? ഇതൊരു സ്കൂളാണോ? എന്ത് പറ്റി? ഇന്നലെ ക്ലാസ്സിൽ ചെറിയൊരു അലമ്പൽ. അത് ആരോ അഡ്മിനിസ്ട്രേറ്റർക്ക് ചോർത്തി കൊടുത്തു. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റർ അത്ര ഗൗരവത്തിലെടുക്കണോ? അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? ഒരുമാതിരി സ്ലേവറി ലൈനിലാണ് ഇവിടുത്തെ പെരുമാറ്റം. ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴല്ലേ കൊമ്പ് കാണിക്കാൻ പറ്റൂ. നമ്മളെ ഉപദേശിക്കുന്ന സമയത്ത് ആ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല ഇന്ദു. അഡോളസന്റ് ഏജിലെ കുട്ടികളല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. അവരെ മനസ്സിലാക്കിയാ അവര് നമ്മളെയും മനസ്സിലാക്കും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇനി അതിന്റെ പേരിൽ നമ്മൾ വഴക്കിടണ്ട. വേണമെങ്കിൽ കുട്ടികളായിട്ട് ഞാൻ സംസാരിക്കാം. ഹരി, സൈക്കോളജിയൊക്കെ ഞാനും പഠിച്ചതാ. എനിക്കറിയാം സ്റ്റുഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ശരി, ഞാൻ വിട്ടു. വേറെ എന്തെല്ലാം ഉണ്ട് നമുക്ക് സംസാരിക്കാൻ? യെസ് സർ. ആ പ്രിൻസിപ്പലിനോട് വരാൻ പറ. നിങ്ങളോട് ആ ബാങ്കിൽ പോയി പേപ്പർ മേടിക്കാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായി?
ഇതുവരെ മേടിച്ചില്ലല്ലോ. ഓക്കെ, കോൾ യു ലേറ്റർ. ബൈ. വാട്ട് ബ്ലഡി തിങ്സ് ആർ ഗോയിങ് ഓൺ ഹിയർ? ഈ നാടിന്റെ അഭിമാനമാണ് ഈ സ്ഥാപനം. ചില കുട്ടിക്കൊരങ്ങന്മാരുടെ കളി കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ മതിപ്പിടിയാൻ ഇടയാവരുത്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. All students, please listen. Important announcement. The following students who have shown disrespect the rules and regulations of the school and misbehaved in the campus have been terminated from their course of study with immediate effect. Name of students: Pranav Kumar, 11th A; Varsha P. Das, 11th B. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. പ്രിൻസിപ്പൽ രാജിവെക്കുക, പ്രിൻസിപ്പൽ രാജിവെക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. മഹത്തായ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടേത്. ഇവിടെ സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഏതൊരു പൗരനും അവകാശമുണ്ട്. വളർന്നു വരുന്ന തലമുറയെ സ്ഥാപന മേധാവികളുടെ ഇഷ്ടപ്രകാരം അടിച്ചമർത്താനുള്ള ഏതൊരു നീക്കവും ഏകപക്ഷീയവും സ്വേച്ഛാധികാര പ്രവണതയുമുള്ളതാണ്. ഏകാധിപത്യത്തിൻ്റെ വക്താക്കൾക്കല്ലാതെ ആർക്കും അത്തരം കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാവില്ല. സ്വതന്ത്ര വിഹായസിൽ പറന്നു നടക്കേണ്ട കുരുന്നു മനസ്സുകളെ പിടിച്ചുകെട്ടി വരുതിയിലാക്കുന്നതിനുള്ള തിട്ടൂരം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അനുമോദനത്തിനായി ഒരാൺകുട്ടിയും പെൺകുട്ടിയും സ്വീകരിച്ച നിഷ്കളങ്കമായ സ്പർശത്തെ ആശ്ലേഷമായി തെറ്റായി വ്യാഖ്യാനിക്കാൻ അശ്ലീല മനസ്സിനെ കഴിയും. വിവിധങ്ങളായ ഭാഷകളാലും സംസ്കാരങ്ങളാലും വൈവിധ്യത്തിൻ്റെ വിവിധ വശങ്ങൾ കാണിച്ചു തരുന്ന നമ്മുടെ നാടിനെ കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ചില്ലായ്മ ചെയ്യുന്ന പുറത്താക്കൽ പോലെയുള്ള കരിനിയമം സാധൂകരിക്കാനാവില്ല. ഞാൻ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. യുവതലമുറയുടെ സ്വച്ഛമായ സുലഭമായ സ്വാതന്ത്ര്യം എന്ന അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അധികാരികളുടെ ദയാവായ്പിനല്ല, നമ്മുടെ അവകാശത്തിനാണ് ഈ പോരാട്ടം. ടീച്ചർ FB-യിൽ പോസ്റ്റ് ചെയ്ത് കറക്റ്റാ. താങ്ക് യു. എൻ്റെ അഭിനന്ദനങ്ങൾ. കാണാം ടീച്ചറെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ഞാനെന്ന് അഭിനന്ദിക്കാൻ വന്നതാ. തക്ക സമയത്ത് തന്നെ ടീച്ചർ തീവ്രമായി പോരാടി. ഞാനതിൽ അഭിമാനിക്കുന്നു. എൻ്റെ സുഹൃത്തായ ഭാർഗവ മാഷിന്റെ മോളല്ലേ, ആ പാതയിൽ തന്നെ തുടർന്നോളൂ. ഞാനിന്ന് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് വരാം. ടീച്ചറെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഓരോരോ വിലാസങ്ങളെ ഇതാണ് മക്കളെ പറയുന്നത് കാലം യോഗം എന്നൊക്കെ ഉണ്ട്. ഇവിടെ ആരെയൊക്കെ കണ്ടിരിക്കുന്നു, ഏതൊക്കെ ഗടാഗടിയന്മാർ വിലസിയിരിക്കുന്നു. എന്നാൽ അവർക്കൊന്നും കിട്ടാത്ത അത്രയും വലിയ പ്രശസ്തി നമ്മുടെ ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നു, അഥവാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. FB പോസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന കേവലം 10 ലൈക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ആബാലവൃദ്ധം ജനസഞ്ചയത്തിൽ നിന്നു മാറി ഹരിപ്രിയ ടീച്ചർ ആയിരക്കണക്കിന് ലൈക്കുകൾ നേടി വീരാംഗനയായി മാറുന്ന കാഴ്ച കാണാൻ ഈ 2 കണ്ണുകൾ മതിയാവില്ല.
ഇനി ഹരിപ്രിയ ടീച്ചറുടെ കാലം. നമുക്കും ഒന്ന് പോസ്റ്റണം. ടീച്ചർ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഏറ്റു. ഈ സ്കൂളിൽ ഒരു സൽപ്പേര് നിലനിൽക്കുന്നുണ്ട്. ഐ മീൻ ലെഗസി. അത് കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് വാല്യൂ ഉയരുന്നത്. അത് ടീച്ചർ ഉൾക്കൊള്ളണം. അതായത് ടീച്ചർ എനിത്തിങ് റോങ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. ടീച്ചർ അത്തരത്തിൽ ഫിയർ ചെയ്യണ്ട. ടീച്ചർ ഷുഡ് അപ്ഹോൾഡ് ദ കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്സ്. അതായത് സ്കൂളിന്റെ പരമ്പരാഗതമായ നിലവാരം താഴാതെ അപ്ഹോൾഡ് ചെയ്യേണ്ട ബാധ്യത ഈ സ്കൂളിലെ ടീച്ചേഴ്സിനുണ്ട്. ടീച്ചർക്ക് പിടികിട്ടിയോ? ഞാൻ ടീച്ചറുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. ടീച്ചർ ആവശ്യമില്ലാത്ത അർജൻസി കാണിച്ചു. ഏതായാലും യുവർ തോട്ട്സ് ആർ ഗ്രേറ്റ്. അത്തരത്തിൽ അതിനെ ഐ കാൻ ക്രിട്ടിസൈസ്. ബട്ട് സ്കൂൾ ഈസ് ദ പ്രൈം തിങ്. ദാറ്റ് ഷുഡ് ബി റിമെമ്പർഡ്. ഓക്കെ, ബെസ്റ്റ് വിഷസ്. യു ക്യാൻ ഗോ. കൗൺസിൽ മീറ്റിംഗിന്റെ ആവശ്യകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ കലോത്സവം നടത്തിപ്പ് എന്നതാണ്. അതിൻ്റെ ജഡ്ജസ്, കലാപരിപാടികൾ, ഇനങ്ങൾ എന്നിവയാണ്. എല്ലാ കാര്യവും അജണ്ട പ്രകാരം പ്രിൻസിപ്പൽ വിശദീകരിക്കും. ഐ വെൽക്കം യു ഓൾ ടു ദ മീറ്റിംഗ്. താങ്ക് യു. നമ്മുടെ അജണ്ടയിലെ മുഖ്യ ഇനം കലോത്സവം നടത്തിപ്പ് എന്നതാണ്. കലോത്സവ ഇനങ്ങൾ തീരുമാനിക്കണം. അതിന് പുറത്തുനിന്ന് വരേണ്ട ജഡ്ജസ്, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ജഡ്ജസ് എന്നിവരെ തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിൽ സാധാരണഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇനങ്ങൾ കവിതാലാപനം, ക്ലാസിക്കൽ ഡാൻസ്, രചനാ മത്സരങ്ങൾ, പ്രസംഗം, പെയിന്റിംഗ് എന്നിവയാണ്. ഒന്ന് വേഗം വായിക്കു ചേട്ടാ. ഞാൻ തന്നെ വായിക്കണോ? മാനേജ്മെന്റ് കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം കവിത ആലോപന രചന മത്സരങ്ങളുടെ വിധികർത്താവായി ഹരിപ്രിയ, പ്രസംഗം, കഥാപ്രസംഗം എന്നിവയ്ക്ക് ബീന പുരുഷോത്തമൻ എന്നിവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ജഡ്ജ്മെന്റ് പണിയൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാനിത് ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞതാ. ഹോ, രക്ഷപ്പെട്ടു. ശരിയാ, അത് ശരിയാ. ഹോ, തലേന്ന് പോലെ ഭാരടിച്ചിട്ട് ഒഴിവായത്. വലിയ ഭാരല്ലേ? ടീച്ചർ എഴുതി കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതും കണ്ടോ? ആ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേദിയിൽ അടുത്തതായി കവിതാലാപന മത്സരം. ചെണ്ടകൾ കാവിൽ മുഴങ്ങി. ഈ കുട്ടീനെല്ലാം സ്കൂളിൽ നിന്ന് പുറത്താക്കി? അതൊക്കെ പൈസന്റെ പരിപാടിയല്ലേ, അല്ലാണ്ട് ചെണ്ടകൾ കാവിൽ മുഴങ്ങി, മൂപന്തിയിൽ തീവെട്ടിരുളിന്റെ പടുതകൾ കീറവേ.
ചെണ്ടകൾ കാവിൽ മുഴങ്ങി മൂവന്തിയിൽ തീവെട്ടിയിരുളിൻ്റെ പടുതകൾ കീറവേ ചിഞ്ചിലം ചിരിയോടെ കാതിൽ ഇലത്താളം കൊഞ്ചുമ്പോൾ തുള്ളി വന്നെത്തുന്നു തെയ്യം. മേളക്കൊഴുപ്പാർത്തു പെരുകി കതിനകൾ ദൂരെയായി വർണ്ണങ്ങൾ വാരി വിതറവേ. മേളക്കൊഴുപ്പാർത്തു പെരുകി കതിനകൾ ദൂരെയായി വർണ്ണങ്ങൾ വാരി വിതറവേ. ദേവിതൻ അരുളപ്പാടോതുവാനായി പള്ളിവാളും ചിലമ്പുമായി ചോപ്പണിഞ്ഞെത്തി ഞാൻ. നെറ്റിമേൽ ചെഞ്ചോര പാടുതുക്കി മഞ്ഞൾ കുറി ചാർത്തി താനേ ഉറയുന്ന നേരം. നെറ്റിമേൽ ചെഞ്ചോര പാടുതുക്കി മഞ്ഞൾ കുറി ചാർത്തി താനേ ഉറയുന്ന നേരം. നാടിന്റെ നന്മയിൽ പട്ടണം ചാർത്തും പരിഷ്കാര ഉഷാറാക്ക് മക്കളെ. ആ എത്ര കഴിവുള്ള കുട്ടികളെയാ മാനേജ്മെന്റ് വേദിന്ന് പുറത്താക്കിയത്. അതെ, ഇംഗ്ലാവ് വിളിക്കുമ്പോ ഓർക്കണായിരുന്നു, പുറത്താക്കിയ കുട്ടിയതാ വേദിന്ന് പാട്ടുപാടും. അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യമുള്ളത് ടീച്ചറെ. നിങ്ങൾ കളിക്കണ മക്കളെ. വിലാസിനി, ആ എന്തേ? ആ ബ്രോക്കർ രാമൻകുട്ടി വരാനുള്ള സമയമായല്ലോ. അതിനയാൾ നേരത്തെ വിളിച്ചിരുന്നല്ലോ. ആ, എന്നെ വിളിച്ചപ്പോ അയാൾ എന്നോട് സമയം പറഞ്ഞതാ. ചെറുക്കൻ കൊള്ളാവുന്നൊക്കെയാ രാമൻകുട്ടി പറഞ്ഞേ. ആണോ? വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ? ചെറുക്കന് കൃഷിയിലാണ് അത്രയും താല്പര്യം. ഓ, എത്രയായി? 200. ഓ, അത്രയ്ക്ക് ആയോ? ആ അതാ ഇപ്പൊ ഇവിടെ തിരിഞ്ഞു കളിക്ക. എങ്ങോട്ട് വാടോ, വാ. ഭാർഗവ മാഷ്ക്ക് അറിയാലോ, ഇവനെ 16 ഏക്കറ പുഞ്ചപ്പാടം തന്നെ ഉണ്ട്. 2 ഏക്കറ വാഴക്കൃഷി. കൃഷി ഓഫീസർ ഇവനോട് ചോദിച്ചേ വിത്ത് കൊടുക്കൂ. ഓഹോ, ഞാൻ നടത്തിയ കല്യാണം ഒന്നും മോശമായിട്ടില്ല. ഇപ്പോഴത്തതൊക്കെ കമ്പ്യൂട്ടറിന് എക്കിപ്പ് ചെയ്യുന്നതല്ലേ. നമ്മുടെ പിഷാരടിയുടെ മോഡ ബന്ധം വേർപെടുത്തി കിട്ടിയോ? അതൊന്നും എനിക്കറിയില്ലല്ലോ. ഓക്ക് വേറൊരു ചെക്കനായുള്ള ബന്ധം മറച്ചു വെച്ചോണ്ടല്ല കല്യാണം നടത്തിയത്. ആണോ? പിന്നെ ബന്ധം വേറെ പിരിയാതിരിക്കോ മാഷേ? വാ മോളെ. ആ, ചായ എടുത്ത് കൊടുക്കുമോളെ. പഴയ കാലമൊന്നുമല്ല, കുട്ടികൾക്ക് സംസാരിക്കാനുണ്ടാവും. വേണമെന്നില്ല. എന്നാല് ആളെ കണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ രാമൻകുട്ടിയോട് പറഞ്ഞു. ഓ ശരി. മലയാള വ്യാകരണം. ഒരു നോട്ടീസ് ഉണ്ടേ. ഒരു നോട്ടീസ് ഉണ്ടേ. കൃഷി വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ ഒരു ഹരിത ക്ലബ്ബ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്കൂൾ കോമ്പൗണ്ടിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വിവിധ തരം പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് പദ്ധതി. ഓരോ ക്ലാസ്സിൽ നിന്ന് 10 വിദ്യാർത്ഥികൾ വീതം ഈ പരിപാടിക്കായി ഹരിത ക്ലബ്ബിൽ ചേരേണ്ടതാണ്. ഹരിത ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുള്ളവർ ക്ലാസ് ടീച്ചറുടെ പക്കൽ പേര് നൽകേണ്ടതാണ്. വിത്തും വളവും ഞങ്ങൾ കൊണ്ടുവരണോ ടീച്ചറെ? അത് വേണ്ട. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിത്തും വളവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോ ഈ വിദ്യാലയത്തെ നമുക്ക് ഹരിതാഭമാക്കണം. എല്ലാവരും റെഡിയല്ലേ? മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അതിലേക്ക് ഇടും. വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് കൊടുക്കും, ഞാനിടാം. ആ വേഗം വാ.
ടീച്ചർ പറഞ്ഞത് കേക്ക്. അതിലൊഴിച്ചില്ലല്ലോ. അരുൺ, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ല്. നോക്കണേ, ഒരു സെൽഫി. ടീച്ചറെ, അങ്ങനെയല്ല മോനെ, ഇതുകൊണ്ടാ ഇതിങ്ങനെ വാ പിടിച്ചു പതുക്കെ പതുക്കെ ഇങ്ങനെ പോരെ ടീച്ചറെ. കുറച്ച് വളം കൂടി ചേർത്തേടി. ഈ മൊത്തം നട്ട കുമ്പളം മുറിക്കോ സാറേ? അതിന്റെ കാര്യത്തിലൊക്കെ അത് തന്നെ സംഭവിച്ച് മണ്ണ് നിറയ്ക്കോ. ഫുള്ളാക്കി നിറച്ചിട്ട് വെക്കണം കേട്ടോ. ഒഴിക്കടാ, ഒഴുകി. ടീച്ചറെ, എന്നാ ഞാൻ അങ്ങോട്ട് ബാക്കി നോക്കണേ. അതിലൊക്കെ നനച്ചല്ലോ അല്ലേ? കഷ്ടം. എന്തിന്റെ സൂക്കേടാ ഇവർക്ക്. ആരാൻ്റെ സ്കൂൾ. ഇനി ഈ പച്ചക്കറി ആയിട്ട് വേണ്ട ഇവർക്ക് കറി വെക്കാൻ. ടീച്ചറെ, ഇതൊക്കെ വെറും പൊങ്ങച്ച. നമുക്കൊക്കെ തമിഴ്നാട് പച്ചക്കറി കഴിക്കാൻ യോഗമുള്ളൂ. അത് ഞാൻ പിന്നെ വെറുതെ ഒന്ന് പോയി നോക്കിയതേ ഉള്ളൂ. ഇവിടെ ആർക്കാ ടീച്ചറെ പച്ചക്കറിന്റെ പുറകെ നടക്കാൻ സമയം? ശരി, സമ്മതിച്ചു. എന്താ ടീച്ചർക്കൊരു ഇത്? എന്തൊക്കെയാ മാഷേ ഇങ്ങനെ പച്ചക്കറി ആയാലോ? നിർത്തി, ഞാൻ നിർത്തി. പോരെ. ട്രസ്റ്റിൽ നിന്നാണല്ലോ. ഹലോ, ആ അതെയോ? ശരി, ഞാൻ വരാം. എന്താ ഹരിപ്രിയെ, മുഖത്തൊരു വാട്ടം? അത് സമത്വ ട്രസ്റ്റിൽ പോയിട്ട് കുറേ ദിവസമായി. അതിൻ്റെ പരിഭവമാണ് കേട്ടത്. ഞാൻ ട്യൂഷൻ കൊടുത്തിരുന്ന കുട്ടികളെ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവും. അവർ തമ്മിൽ പറയാന്നല്ലാതെ അവർക്ക് എന്ത് ചെയ്യാനാവും? ഒന്ന് വിളിക്കാൻ പോലും പറ്റില്ലല്ലോ. വരുന്ന ഞായറാഴ്ച ട്രസ്റ്റ് വരെ ഒന്ന് പോകണം. ട്രസ്റ്റിൻ്റെ വാർഷികവും വരുന്നുണ്ട്. ആ ബാബു, ഭക്ഷണമൊക്കെ കഴിച്ചോ? നിറച്ചു കഴിച്ചോ? നമുക്ക് അകത്തേക്ക് ചെല്ലാം. വാ, വിശേഷങ്ങളൊക്കെ പറയണ്ടേ? നമസ്കാരം സർ. നമസ്കാരം. അല്ല, ഈ വഴിയൊക്കെ മറന്നോ? എന്നെ ഞാനാക്കിയ ട്രസ്റ്റിനെ എനിക്ക് മറക്കാൻ പറ്റുമോ സർ? എന്നാ ചെല്ല്. വാ ബാബു. എങ്ങനെയുണ്ട് മാഷേ? ഇതാണ് മാഷേ കഥ. ടീച്ചറുടെ കഥ വായിച്ചു, അസലായിട്ടുണ്ട്. താങ്ക് യു. ടീച്ചറുടെ കഥ എന്ന് പറഞ്ഞ എന്താ അതിലൊരു സാഹിത്യം. ഒരുപാട് കൃതികൾ വായിച്ചിട്ടുണ്ട് ടീച്ചറെ. എന്നാ ഇത് ഗംഭീരം. ടീച്ചറെ, ഇതാണോ കഥ? ഇതിലും നല്ലത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ദു ടീച്ചർ വായിച്ചിട്ടില്ലേ സ്പോർട്സ് മാസികയില്? ഫുട്ബോളിന്റെ രോദനം. ഫുട്ബോളിന്റെ രോദനം. കഥ നന്നായിന്ന് കേട്ടു. സാഹിത്യവാസന ഉണ്ടല്ലേ? ഇപ്പൊ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന വലിയ കാര്യ. താങ്ക് യു ടീച്ചറെ. എഴുത്തും വായനയും ഒരിക്കലും അന്യം നിന്ന് പോകില്ല.
ഹരി ടീച്ചർ പോലുള്ള ആൾക്കാരുണ്ട്. ശരി. തലയ്ക്ക് തീരെ സ്ഥിരതയില്ലേ? ബെല്ലടിച്ച്. ഞാൻ പോട്ടെ ടീച്ചറെ. എടീ, ഹരിയുടെ ജോലി ഈ ഒരു അവസരത്തിൽ വേണ്ടിയിരുന്നില്ല. കാരണം ഇപ്പൊ ഒരു പറമ്പിന്റെയും കച്ചവടം നടക്കുന്നില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഹരിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന പണത്തിന് കേശവ മാഷ് 2-3 തവണ വിളിച്ചിരുന്നു. ഈ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. മഞ്ഞുകൊണ്ട് വെറുതെ അസുഖം കൂട്ടണ്ട. വന്ന് കിടക്ക. അച്ഛാ, ദേ ചായ. എഴുന്നേക്ക് അച്ഛാ. അച്ഛാ, അച്ഛാ എഴുന്നേക്ക് അച്ഛാ. അച്ഛാ, 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 അമ്മേ, ചേച്ചി, അച്ഛാ എഴുന്നേക്ക് അച്ഛാ. അച്ഛാ, അവധി കഴിഞ്ഞ് ഹരിപ്രിയ നാളെ എത്തുമല്ലോ അല്ലേ? പാവം, ഇനി ആ വീടിന്റെ ചുമതല മുഴുവനും ആ കുട്ടിക്ക്. ഓ, എന്ത് വിഷമിക്കാനാ? എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ. മൂത്തവർക്കല്ലേ പിന്നെ ഉത്തരവാദിത്തം. അച്ചി, നമ്മളൊന്ന് അയച്ച അപേക്ഷയ്ക്ക് മറുപടി ഒന്നും വന്നില്ല. 2-3 ആഴ്ച കഴിഞ്ഞല്ലോ. ചേച്ചി ഇതുവരെ വന്നില്ല. അതൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കാണും. എന്റെ കൂടെ അയച്ചവർക്കും കിട്ടിയില്ല. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഹലോ. ആ അച്ചി പറയ. ചേച്ചി, എനിക്കാ ജോലി കിട്ടി കേട്ടോ. തൃശ്ശൂരാ ജോയിൻ ചെയ്യണ്ടേ. ചിത്രയ്ക്ക് കിട്ടിയില്ലേ ചേച്ചി? സുമിക്ക് കിട്ടി. അഭിനന്ദനങ്ങൾ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ. ശരി, വൈകിട്ട് കാണാം. ശരി ചേച്ചി. ശരി. അച്ചി, ഇവൾക്ക് നാളെ തന്നെ പോണം മോളെ. മറ്റന്നാ 10 മണിക്ക് ജോയിൻ ചെയ്യണമെന്ന്. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ? വേണം വേണം, വാ പോ. ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തു വെച്ചല്ലോ. വെച്ചു. ഞാനും ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോവും. അന്നമ്മ ഇതൊക്കെ ഉണ്ടാക്കി തന്നാ മതി. ഒന്ന് പോടി അവിടുന്ന്. നീ ആ ചമ്മന്തിപ്പൊടി എടുത്തോ? അയ്യോ, ഇപ്പൊ എടുത്തിട്ട് വരാം. ഓ, ജോലി കിട്ടിയതൊക്കെ ശരി. പക്ഷെ ഇവൾ അവിടെ എവിടെ താമസിക്കും? അവിടെ വല്ല ലേഡീസ് ഹോസ്റ്റലും കാണുമോ? ഒന്നും അറിയില്ലല്ലോ അല്ലേ? അമ്മേ, അതൊക്കെ ഞാൻ അച്ഛന്റെ സുഹൃത്തായ ജനാർദ്ദൻ മാഷോട് സംസാരിച്ചിട്ടുണ്ട്. വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാന്ന് മാഷ് പറഞ്ഞിട്ടുമുണ്ട്. അവൾക്ക് അവിടുന്ന് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഒരാളുടെ വീട്ടിൽ എത്ര ദിവസം നിൽക്കും? അങ്ങനെ പറഞ്ഞാ പറ്റൂ? ഇവൾക്ക് പരിചയമാവുന്നത് വരെ ഇവൾ അവിടെ താമസിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളല്ലേ മാഷ്. എന്നാലും
ആച്ചി, നിന്റെ അഭിപ്രായം എന്താ? എല്ലാം ചേച്ചി പറയുന്ന പോലെ. അപ്പൊ ഞാൻ പറയാം. ഞാൻ മാഷെ വിളിച്ച് സംസാരിച്ചിരുന്നു. മാഷ്ക്ക് വലിയ സന്തോഷമായി. കുറച്ചു നാൾ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞു. ഹരി, നീ പറയണേലും കാര്യമുണ്ട്. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ദേ, ജോലി കിട്ടിയെന്ന് വെച്ച് വിലസിക്കളയാനൊന്നും നോക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഞാൻ നിന്നെ ഗുണദോഷിക്കൊന്നുമല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. ഹായ്, ആരേത് കല്യാണ പെണ്ണോ? നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇങ്ങനെ വേണം ഒരുങ്ങാൻ. അല്ല, ആരാപ്പോ ഒരുക്കിയത്? ചേച്ചിയോ? നന്നായിട്ടുണ്ട്. ഓ, നമുക്ക് ഒരുക്കാനൊന്നും അറിയില്ലല്ലോ. വാ, ഇറങ്ങ സമയം. അമ്മേ, ശ്രദ്ധിക്കണേ മോളെ. എത്തിയ ഉടനെ വിളിക്കണം. ആച്ചി, പോട്ടെടി. പോവാം. പോവാം അമ്മേ. വാ. ടീച്ചറേ, ടീച്ചർ ഇവിടെ ഇല്ലേ? നമസ്കാരം. മാഷോ? വരൂ, അകത്തോട്ട് ഇരിക്കാം. വരൂ മാഷ. ശരി. ഹരി ഇപ്പം വലിയ നേതാവായി അല്ലേ? എന്തായാലും ഭാർഗവ മാഷിന്റെ മോളല്ലേ, അത് പിന്നെ അങ്ങനെ അല്ലാണ്ടിരിക്കോ? എന്തായാലും നമ്മുടെ പാർട്ടി മീറ്റിംഗിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഹരിയെ തീരുമാനിച്ചു. മാഷിന്റെ മോളല്ലേ, അതുകൊണ്ട് മറ്റു നേതാക്കൾക്കും വലിയ താല്പര്യ. മറുത്തൊന്നും പറയില്ലല്ലോ, ഞാൻ വാക്ക് കൊടുത്തതാ. ഞാനോ? മോളിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. വല്ലാത്തൊരു പൊല്ലാപ്പായി പോയല്ലോ മോളെ. ബാലമാഷു പറഞ്ഞതുകൊണ്ട് നിരസിക്കാനും വയ്യ. അങ്ങനൊന്നുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ കുറെ കാശൊക്കെ വേണ്ടേ? അതാ ഒരു പേടി. അതാ എന്റെയും പേടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? വലിയ ബാധ്യതയൊന്നുമില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒക്കെ ഒരു സമയത്തല്ലേ പറ്റൂ. എന്നാ നിന്റെ ഇഷ്ടം പോലെ മോളെ. നോക്കാം. എന്ത് തീരുമാനിച്ചു? എന്നോട് പറഞ്ഞതാ നിൽക്കാൻ. പക്ഷെ കുട്ടിയാവുമ്പോ സ്ത്രീകൾക്കൊക്കെ വലിയ താല്പര്യമാണ്. ഇനി ആലോചിക്കാനൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ആ, ഫണ്ടൊക്കെ മനോജ് നോക്കിക്കോളും. ഇപ്പോഴത്തെ കാലത്തെ ചെലവൊക്കെ അറിയാലോ. കുറച്ച് ഫണ്ട് വേണ്ടി വരും. സാരല്ല, ഉള്ളതൊക്കെ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കാം. എന്നാ ഇറങ്ങട്ടെ. ശരി. ശരി. അല്ല, ഇതാരാ? നമ്മുടെ ഭാർഗവ മാഷിന്റെ മോളല്ലേ? ഇവളപ്പ പാർട്ടിയുടെ സ്ഥാനാർത്ഥി? ഒന്ന് നോക്കൂ വിജയേട്ടാ. ഇതെവിടെ എവിടെ? അല്ല എന്തിനേട്ടാ, അറിഞ്ഞില്ലേ? നമ്മുടെ 10ാം വാർഡിൽ ഹരിപ്രിയ ടീച്ചറാ മത്സരിക്കുന്നത്. അങ്ങനെയാണ് അവള് ജയിക്കും. ഇത് പാർട്ടിയുടെ ഉറച്ച സീറ്റല്ലേ? ടീച്ചർ മത്സരിക്കുന്നത് പത്രത്തിലാണ് കണ്ടത്. എന്തുകൊണ്ടും ടീച്ചർ തന്നെയാണ് എലിജിബിൾ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്തു അല്ല, എന്താ ഇന്നൊരു മാറ്റം? അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. മേലേക്കാവിലെ ഭഗവതിയെ വിളിച്ച വിളിപ്പുറത്താ. അതെയോ? എന്റെ മാല കാണാതായിട്ട് ഞാൻ ദേവി ഒറ്റ വിളി. മാല എന്റെ മുന്നിലേക്ക് എടുത്തിട്ട് തന്നില്ലേ ദേവി. ഉവ്വോ. ടീച്ചർ ഒന്ന് പോയി പ്രാർത്ഥിക്ക്. എല്ലാ കാര്യവും മംഗളാവുന്നേ. ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഇനി ഇവിടെയൊക്കെ ടീച്ചറിനെ കാണാൻ പറ്റുമോ? അല്ലേലും ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു
ടീച്ചറിന്റെ ഭാവി രാഷ്ട്രീയത്തിലാണ്. അയ്യോ അങ്ങനെ പൊക്കൊന്നും വേണ്ട. ഞാൻ അവസരം തേടി നടന്നിട്ടൊന്നും അല്ല. ബാലമാഷ് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. താല്പര്യക്കുറവൊന്നുമില്ല. നല്ല സമയ ടീച്ചറെ. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ടീച്ചർ ജയിക്കണം, അത് ഈ നാടിന്റെ ആവശ്യം. നാട്ടുകാരുടെയും കൂടി ആവശ്യമാവണം, അങ്ങനെ ജയിക്കുള്ളൂ. ഉറപ്പായിട്ടും നടക്കാം. ആ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തില്ലേ? ആ ഇവിടെയെല്ലാം കഴിഞ്ഞതാ. നമസ്കാരം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ചിഹ്നം മറക്കരുതേ. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം. നിങ്ങളൊക്കെ എന്റെ ശക്തി. നമസ്കാരം ടീച്ചറേ. ഇത്രയും വോട്ട് ടീച്ചർക്കാ അല്ലേ? ആ ഞാൻ ജയിപ്പിക്കും. ഞാൻ പറഞ്ഞതാ. ടീച്ചർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ടീച്ചറെ ഞാൻ ജയിപ്പിക്കും. ഇത്രയും വോട്ട് ടീച്ചർക്കാ പോരെ? ഒരു 100 ഉറുപ്പ്യ ഉണ്ടാകുമോ? അപ്പൊ ശരി, എല്ലാവരും മറക്കാതെ വോട്ട് ചെയ്യണം. പോവാം.
അതെ, ടീച്ചർ സ്കൂളിൽ 4 ടീച്ചർമാർ വന്നിട്ടില്ല. അത് നമ്മുടെ ഷുവർ വോട്ടല്ലേ? അവര് വന്നില്ലേ? വോട്ടിംഗ് സമയം തീരാറായല്ലോ. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. ഞാൻ പോയിട്ട് വരാം. വാ, അവര് വരാതിരിക്കില്ല. എന്തോ പത്താം വാർഡിൽ ഹരിപ്രിയ ടീച്ചർ തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥി ഉമ്മു കുൽസുവിനേക്കാൾ 20 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. പത്താം വാർഡിൽ ഹരിപ്രിയ ടീച്ചർ എതിർ സ്ഥാനാർത്ഥി ഉമ്മു കുൽസുവിനേക്കാൾ 5 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. പത്താം വാർഡിലെ മുഴുവൻ വോട്ടുകളും എണ്ണിത്തീർത്തപ്പോൾ ഉമ്മു കുൽസു എതിർ സ്ഥാനാർത്ഥി ഹരിപ്രിയ ടീച്ചറെ 2 വോട്ടിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. നീയൊക്കെ ഇപ്പോഴും ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടോടി? ഒന്ന് പോടി. നിന്നെയൊക്കെ കണ്ടു കിട്ടാനുള്ളൊരു പാട്. കോളേജ് ജീവിതം കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും കൂട്ടുകാരിയെ വേണ്ടല്ലോ. പിന്നെ നിനക്കല്ലേ കൂട്ടുകാരി ചിന്ത. എത്രയോ തവണ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചിട്ട് മൈൻഡ് ചെയ്യാത്ത ആളാ. ഒന്ന് പോടി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു. അത് ശരിയാ. എന്താ ടീച്ചറേ ഈ വഴിയൊക്കെ? വാ കയറ്, ഞാൻ ഇറക്കാം. വാ. എന്റെ സ്കൂളിലെ പുതിയ ടീച്ചറാ ഇന്ദു. വൈഫാട്ടോ, ജർമ്മനിയിൽ നേഴ്സാ. Glad to see you. Okay, my goodness. അല്ല ടീച്ചറെ, അവധി ആഘോഷിച്ചോ? ആ, ആഘോഷം തന്നെയല്ലേ. അതിലെന്തോ ഒരു ഇതുപോലെ. ആ, മനസ്സിലായി. താലിമംഗലം. ആട്ടെ, ചെറുക്കനെവിടെയാ? ഉറച്ചിട്ടില്ല, കണ്ടുപോയി, അത്ര തന്നെ. പിന്നെ അറിയിക്കും. ആയിക്കോട്ടെ, നടക്കട്ടെ. ജോലിക്ക് എത്തും മുമ്പേ ചിലർക്കൊക്കെ മന്ത്രിപ്പണി മതി. കൊമ്പത്തുള്ളതാ നോട്ടം. ഒരു രാഷ്ട്രീയക്കാരി വന്നിരിക്കുന്നു. വല്ലാത്തൊരു പുകില് തന്നെയാ മാഷെ. ഞമ്മക്ക് നല്ലത് അടങ്ങി ഒതുങ്ങിയുള്ള ജീവിതം തന്നെയാ. അല്ലേലും തൊലിക്കെട്ടുള്ളവർക്കൊക്കെ പറഞ്ഞ രാഷ്ട്രീയം. അല്ലെങ്കിലും ടീച്ചർമാർക്ക് പറഞ്ഞ പണിയൊന്നുമല്ല മത്സരിക്കലൊക്കെ. ഇവിടെ പഞ്ചായത്തിൽ തോറ്റാൽ എന്താ? MLA മന്ത്രിസ്ഥാനം ഒക്കെ മുന്നിൽ കിടക്കുകയല്ലേ. ചിലർക്കൊക്കെ ഭക്തി ഇങ്ങനെ ഒഴുകാണ്. കാര്യസിദ്ധിക്ക് വേണ്ടി മേലേക്കാവിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടേ. അതെന്താ, അവിടെ ശത്രുസംഹാരം ഉണ്ടോ? അതുമുണ്ട്. ആ
നമുക്കെതിരെ ഒന്നും ആവില്ലാതെ വിശ്വസിക്കാം. അതൊക്കെ പോട്ടെ ടീച്ചറെ. ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയൊക്കെ സാധാരണയല്ലേ? അതിന് എനിക്ക് സങ്കടമൊന്നുമില്ലല്ലോ. അങ്ങനെയാ വേണ്ടത്. നമുക്ക് ഇവിടുത്തെ കാര്യം തന്നെ ഇല്ലേ നെടുനീളെ തീർക്കാൻ. അല്ല, ആരമ്പലത്തിൽ പോയ കാര്യ സാർ പറഞ്ഞത്? അത് പിന്നെ വേറെ ആരുമല്ല, ഇവിടുത്തെ ചില ടീച്ചർമാരാ. ആരാ? അറിയില്ല. എന്തല്ലേ നോക്ക്, നല്ല രസമുണ്ടല്ലേ വരാൻ. എന്ത് രസമല്ലേ കാണാൻ. നോക്കിക്കേ, നോക്കിക്കേ, അടിപൊളിയായിട്ടില്ലേ? ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ്. ടീച്ചർ എങ്ങനെയാ തോറ്റേ? വോട്ട് കുറഞ്ഞു, അത്ര തന്നെ. തോറ്റ ചെയർപേഴ്സൺ ആകാൻ പറ്റുമോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പഠന വിഷയങ്ങൾ മാത്രം ക്ലാസ്സിലെ ചർച്ച മതി. എത്ര ദേഷ്യം പിടിക്കാൻ എന്താ? ഇവിടെ എന്തെങ്കിലും ചെയ്തോ? പോവാണെങ്കിൽ പോട്ടെ. എന്താ ടീച്ചറെ, ക്ലാസ്സിലെല്ലാം മേളായിരുന്നല്ലേ? വല്ലാത്ത കുട്ടികളാ ടീച്ചർ, അതൊന്നും കാര്യാക്കണ്ട. ഇലക്ഷനിൽ നിന്ന് തോറ്റേന്റെ. ജനാർദ്ദനൻ മാഷേ, എന്നിട്ട് അവളെവിടെ? എങ്ങോട്ടും പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉടനെ എത്താം. ഓരോന്നൊപ്പിച്ച് വെച്ചോളും. എന്താ മുളഞ്ഞ ഇത്ര നേരത്തെ? അതൊക്കെ പറയാമേ. ഇപ്പൊ ആച്ചിയുടെ അടുത്ത് വരെ ഒന്ന് പോണം. എന്താ അവൾക്ക് പറ്റിയത്? ചെറിയൊരു അസുഖം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയി കണ്ടിട്ട് വിളിക്കാം. എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അമ്മേ, മോൾ ഒറ്റയ്ക്ക് പോയ രാത്രിയാവില്ലേ? ഏയ്, ഇപ്പൊ പോയ 6:30 എത്താം. ഞാൻ മാഷെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞങ്ങളും കൂടി വന്നാലോ? അധികം ദൂരമൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി വരാം. ഈശ്വര, എന്റെ മോൾക്ക് എന്ത് പറ്റിയോ ആവും. അമ്മേ, അമ്മേ, ടെൻഷൻ അടിക്കണ്ട അമ്മേ. അമ്മയുടെ ഈ പുലിക്കുട്ടി പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ശരിയാക്കിയിട്ട് വരാം. സമയമായി, ഇറങ്ങട്ടെ. യാത്രയൊക്കെ എങ്ങനെ? ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ എത്തി. ഇന്നെന്തോ ട്രാഫിക് കുറവായിരുന്നു. എന്നാ ചെല്ലേ, ഡ്രസ്സൊക്കെ മാറ്റിക്കൊടു. ചേച്ചി, നീ ഇത് എന്ത് ഭാവിച്ച? ഞാൻ അയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ചേച്ചി. അപ്പോ വീടിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ശരി, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ എന്തായാലും ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. നമുക്ക് അവനോട് നാളെ ഒന്ന് വരാൻ പറയാം. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ. ഓരോന്ന് നിലച്ചുറപ്പിച്ച അതിൽ നിന്ന് മാറില്ലല്ലോ. ഇപ്പോഴത്തെ തലമുറയുടെ ഓരോ കാര്യങ്ങളെ. എന്താ അവന്റെ പേര്? ആരിഫ്. അവനെ വിളിച്ചിട്ട് നാളെ ഒന്ന് വരാൻ പറ. അവന്റെ കാര്യങ്ങളൊക്കെ അവൻ പറയട്ടെ.
ചേച്ചി വിചാരിക്കും പോലെ അല്ല. എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആരിഫ് വേണോന്നൊരു തോന്നല് വന്നു പോയി ചേച്ചി. അത് മാറ്റാൻ പറ്റണില്ല. എങ്കിൽ എന്നോടൊന്ന് പറയുകയോ വിളിക്കുകയോ ചെയ്യായിരുന്നില്ലേ മോളെ? അവനെ കുറിച്ച് നീ എല്ലാം അന്വേഷിച്ചോ? ഉണ്ട് ചേച്ചി. പെട്ടെന്നായി പോയില്ലേ. ആരിഫ് ഗൾഫിലേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് പോണെന്നാ വീട്ടുകാര് പറയണത്. നാളെ ആരിഫ് വരുമ്പോ ചേച്ചിയുടെ സ്വഭാവം മാറുമോ? മോളെ, നീ എന്റെ അനിയത്തിയാ. ഞാനൊക്കെ വേണ്ടേ നിന്നെ ഒരാളെ ഏൽപ്പിക്കാൻ? പക്ഷേ ആരിഫിനെ വിളിച്ചു വരുത്തി പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ പിന്നെ ഞാൻ മരിക്കൊന്നുമില്ല. ചേച്ചി പേടിക്കണ്ട. പക്ഷേ ഒരു വിഷാദ രോഗി ജനിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദാമ്പത്യത്തിൽ അതിലെ പങ്കാളിയുടെ ഇഷ്ടമാണ് പ്രധാനം. അത് ശരിയാണെങ്കിൽ ജീവിതം മുഴുവൻ അതിന്റെ ഗുണം നിനക്ക് ലഭിക്കും. ആരിഫ് വരൂ. ഇരിക്കൂ. വീടെവിടെയാ? കച്ചേരി. ആ, ഇത് ആച്ചിയുടെ ചേച്ചിയാ, ഹരിപ്രിയ. അറിയാം. എന്താണ് തീരുമാനം? പ്രണയത്തിനാണോ അതോ മറ്റു കാര്യങ്ങൾക്കാണോ ആരിഫ് മുൻഗണന കൊടുക്കുന്നത്? എന്താ ചേച്ചി ഉദ്ദേശിച്ചത്? ഇതുവരെ ജീവിച്ചു വന്ന രീതിയിൽ നിന്ന് ആച്ചിയെ മാറ്റാൻ സമ്മതിക്കില്ല. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ ഞാൻ തന്നെ നടത്തിത്തരാം. എന്താ അഭിപ്രായം? എനിക്ക് അർച്ചനയെ മതി. അവളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ആച്ചി, അവളെ മതി. സ്ത്രീയുടെ വില മനസ്സിലാക്കി നടത്തുന്ന വിവാഹത്തിന് ആർക്കും എതിരെ നിൽക്കാൻ പറ്റില്ല. ചെറുപ്പക്കാരുടെയൊക്കെ മനോഭാവം ഇങ്ങനെയായിരുന്ന എന്ത് നന്നായിരുന്നു. ശരി, എല്ലാം നന്നായി വരും. ആച്ചയ്ക്ക് എന്ത് പറ്റി ചേച്ചി? ആ സസ്പെൻസ് ഒന്ന് പൊളിക്ക്. അതെ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൾക്ക് പ്രായമായി അമ്മേ. അവളുടെ വിവാഹം നടത്തണം. ഇനി നീട്ടിവെക്കാനാവില്ല. അപ്പൊ നീയോ? എന്റെ കാര്യമല്ല പ്രധാനം. അവൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ക്ഷമിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഒക്കെ നമുക്ക് ശരിയാക്കാം അമ്മേ. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരു കല്യാണം നടത്തും? ഭാരിച്ച ചെലവ് വരില്ലേ? എന്ന് വെച്ച് നടത്താതിരിക്കാൻ പറ്റുമോ? അവള് കണ്ടുവച്ച ആള് മോശക്കാരനൊന്നുമല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാ. ചെക്കൻ അടിപൊളിയാണോ ചേച്ചി? ഇപ്പോഴാ അവളുടെ ഒരു തമാശ. എന്റെ നെഞ്ചു പൊട്ടുന്നു. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ നടത്താം. ലളിതമൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ? അനു, നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, ഞാനൊരു കാര്യം പറയാം. അത് തീരുന്നതിന് മുൻപ് അമ്മ വയ്യാന്ന് പറയരുത്. എന്താ മോളെ? ആച്ചിയെ പറ്റി തന്നെ. പക്ഷേ ഒരു സംഗതിയുണ്ട്. ആള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. സ്വജാതി അല്ലെന്നോ? ആ, ആരിഫ് എന്നാ പേര്. എന്റെ ദേവി, മുസ്ലിമാ? എന്റെ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? അവള് മതം മാറേണ്ടി വരില്ലേ? ജാതി നോക്കണ്ടമ്മേ. അവൻ നട്ടലുള്ളവനാ. മതം മാറ്റാനൊന്നുമല്ല. അവൻ ആച്ചിയെ മതി എന്നാ പറഞ്ഞെ. പിന്നെ രജിസ്റ്റർ മാരേജായി ചെയ്യാനാ അയാളുടെ തീരുമാനം.
എനിക്കൊന്നും അറിയില്ല മോളെ. ഒക്കെ നീ തീരുമാനിച്ചാ മതി. ഇതൊക്കെ കാണേണ്ട ആള് നേരത്തെ പോയില്ലേ? അനു, അനുക്കുട്ടി നിക്ക്. അനു, ഓ ശല്യപ്പെടുത്താതൊന്ന് മാറി നിൽക്കുക ചേച്ചി. എന്താ എന്താ അനു ഇതൊക്കെ? ഞാൻ വിളിച്ചത് കേട്ടില്ലേ നീ? ചേച്ചി നിക്ക് നിക്ക്, എന്റെ ഈ പോസ്റ്റ് നന്നായിട്ടില്ലേ? ഒന്നുകൂടെ എടുത്തോട്ടെ ചേച്ചി പ്ലീസ്. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. ചേച്ചി ഞാൻ നോക്കട്ടെ. ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മേ. ചേച്ചി ഇത് ചേച്ചിയുടെ പഴയ കാലമൊന്നും അല്ല, ഇപ്പൊ സെൽഫിയുടെ കാലമല്ലേ. ആ ഫോൺ ഇങ്ങ് തന്നെ. ചേച്ചി ചേച്ചി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കും. വെറും കൺട്രി പോലെ ആവാനേ എനിക്ക് വയ്യ. ഒരു പരിധി വിട്ട് ഇവളിങ്ങനെ നടന്ന എന്താ അമ്മ ചെയ്യാ? നീ പറഞ്ഞത് ശരിയാ മോളെ, എനിക്കും തോന്നിയിട്ടുണ്ട്. രാവിലെ ഇവളുടെ ഒരുക്കവും ചമയലും ഒക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടാനുള്ള പാട്. എത്ര പറഞ്ഞാലാന്നറിയോ ഒന്ന് കോളേജിൽ പോണത്. അനു, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. നിനക്കിതൊക്കെ ഒന്ന് കുറച്ചുകൂടെ? ചേച്ചി ഇനിയും ബുദ്ധിമുട്ടിക്കണോ? ഞാൻ ഇങ്ങനെ പോവും, അത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാ തുടങ്ങുന്നത് പലരിലും. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളിലും കാണുന്നുണ്ട്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കെന്ത് കുഴപ്പമുണ്ടെന്നോ? അതെ. ഉറപ്പാണോ? ഈ സ്വയം പ്രദർശനത്തിന്റെ മനോഭാവം കൂടിയാലേ അതും ഒരു അസുഖമാണ്. ഇവർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അതൊക്കെ ഇന്ന് കുറച്ചാ പോരെ? അതിന് ഇവരല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്, ഇവരുടെ മനസ്സല്ലേ. ചേച്ചി ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനോരോഗമാണെന്നോ? എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലേക്ക് എത്തരുത്. ആച്ചി വാ മോളെ. വാ. ഇത് അമ്മയ്ക്ക്, ഇത് ചേച്ചിക്ക്. അപ്പൊ എനിക്കൊന്നുമില്ലേ? ആ, ഇത് നിനക്ക്. കേക്ക ഇവളുടെ കമന്റ്. ചേച്ചി എന്നെ ഒതുക്കി. എന്നാ ഞാനുണ്ടോ വിടുന്നു. എന്നാലും എന്റെ ആ പഴയ ഗെറ്റപ്പ് നഷ്ടപ്പെട്ടു. ശരിയാ, ഇതൊക്കെ എപ്പോഴല്ലേ കേട്ടോ കേട്ടോ. എന്നാലും നീ ഇത്തിരി ഓവറായിരുന്നു. ആ, FB-ല് ഞാൻ കാണാറുണ്ട്. ആച്ചി നീ കൂറ് മാറിയല്ലേ? ആ മതി മതി, നീ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറിയോളെ. വാ. ജോലിന്നും പറഞ്ഞു പോയിട്ട് അവൾക്ക് ഇതിനൊക്കെയാ നേരം കിട്ടിയത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലമ്മേ. നടന്നത് നടന്നു. എങ്കിലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ മോളെ. അങ്ങനെ സംഭവിച്ചു പോയമ്മേ. എന്നാലും ഒരന്യമതക്കാരനല്ലേ അമ്മേ? മനുഷ്യനല്ലേ? എന്നെ ഒരിക്കലും ആരിഫ് വഞ്ചിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒക്കെ ഒരു യോഗ. എന്നാലും അച്ഛനെയെങ്കിലും ഓർക്കണ്ടായിരുന്നു മോളെ. അതിന് കണ്ടപാടെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ലേ, ഒരു വീണ്ടു വിചാരമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കൊന്നും ഇപ്പോഴെന്നെ മനസ്സിലാവില്ല. ഇനി മതി അമ്മേ. അവൾ ഇനി റെഡി ആയില്ലേ അമ്മേ? നേരം വൈകണ്ട, 4ാമത്തെ ടോക്കണ്. പെട്ടെന്ന് കൗൺസിലിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഒന്ന് സംസാരിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അമ്മ എന്തായി പറയുന്നത്? പോയി വന്നു, അത്രേ ഉള്ളൂ. ആ പോവാം. എന്റെ ഈശ്വരാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ചേച്ചിയോട് എന്താ ഡോക്ടർ ചോദിച്ചേ? അതൊക്കെയുണ്ട്.
ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചാ നിന്നെ ഉപദേശിച്ചത്. ഹലോ ടീച്ചറെ. അതെയോ? ആ ഞാനിപ്പോൾ ടൗണിലുണ്ട്. ആ ശരി, വരാം. നമുക്ക് ബീന ടീച്ചറുടെ വീട് വരെ ഒന്ന് പോവാം. ബീന ടീച്ചറിന്റെ വീട്ടിലേക്കോ? ഇപ്പോഴോ? അതേന്നേ, ഒരു അരമണിക്കൂർ മതി. നീ വാ, കുറച്ച് സമയം എടുക്കും. ഓട്ടോ കല്ലായി വരെ പോണം. വാ കേറ. എത്രയാ? 30. നീ വാ. ടീച്ചറെ, ബീന ടീച്ചറെ. ആ ഹരി, വാ വാ മോളെ. ലീവ് എന്നാ തീരുന്നേ? ഞാൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്യും. കഴിക്കും മോളെ. മോള് കഴിക്കി. ഹരി വാ. അതെ, ഞാൻ കുറേയായി വിചാരിക്കുന്നു ഒരു കാര്യം പറയണമെന്ന്. എലക്ഷൻ ദിവസം എന്താ നടന്നെന്നറിയോ? ആരും പറയാതെ എങ്ങനെയാ അറിയാ? അന്ന് ഞങ്ങൾ 4 പേരും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് വോട്ട് ചെയ്യാന്നാ വിചാരിച്ചത്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് ഓട്ടോയിൽ ബൂത്തുള്ള സ്കൂളിലേക്ക് കയറിയതാ. ഓട്ടോ കുറച്ചൊന്ന് നീങ്ങി. അപ്പോഴേക്കും ഇന്ദു ടീച്ചർക്കൊരു അസ്വസ്ഥത. പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീണു. ഓട്ടോ പിന്നെ പയനീർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിട്ടു. ഇന്ദുവിനെ അവിടെ കിടത്തി പൾസും പ്രഷറും ഒക്കെ നോക്കി. ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോഴേക്കൊരു മൂളല് മാത്രം. ഞാൻ കുലുക്കി വിളിച്ചു. അപ്പം ഒന്ന് കണ്ണു തുറന്നു. ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ പോരാൻ നോക്കി. അപ്പം എന്ത് ചിണുങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല. നേഴ്സുമാർ കുറേ ശ്രമിച്ചു. ആരെത്ര ശ്രമിച്ചിട്ടും ഇന്ദുവിന് ഒരു കുലുക്കമില്ല. ഞങ്ങളാണെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ടെൻഷനിലും. ഒരു 5:10 ഇന്ദു അതാ വടി പോലെ എഴുന്നേക്കുന്നു. അങ്ങനെ ഞങ്ങളെ വോട്ടും പോയി. അപ്പൊ ടീച്ചർ പറയുന്നത് ഇന്ദു മനഃപൂർവ്വം പറ്റിച്ചു എന്നാണോ? അങ്ങനെ ഒരു തോന്നല് ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ശരി. എന്നാ ആ ആച്ചി എല്ലാം എടുത്തില്ലേ? മോളെ, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ? സാരമില്ലമ്മേ, ഒരു രാത്രിയല്ലേ, അത് പ്രശ്നമല്ല. നിങ്ങൾ പോയിട്ട് വാ. ഇനി വേണേല് രാത്രി സാവിത്രി വിളിച്ച് കിടത്തിക്കോ. നമ്മുടെ വീടല്ലേ, ഇവിടെ ആരെ പേടിക്കാനമ്മേ? ശരി, എന്നാ ശരി. ഇറങ്ങട്ടെ ചേച്ചി. ആ പറയുന്നത് ഇന്ദു മനഃപൂർവ്വം പറ്റിച്ചു എന്നാണോ?
അങ്ങനെ ഒരു തോന്നല് ഞങ്ങൾക്കും ഉണ്ട്. ഹരി, ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതാ. ആ, വരുന്ന 25-ന് എൻ്റെ വിവാഹമാണ്. എൻ്റെ കൂടെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ചിരുന്ന ആളാ. അല്ലെങ്കിൽ വേണ്ട, അതൊരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. നീ വേഗം ഒരുങ്ങ്, നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. മിസ്റ്റർ ഇന്ദു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ, ഒരു ഉന്മേഷം തോന്നുന്നില്ല. ഹരി, ഒന്ന് വേഗം പോയി മുഖം കഴുകി ഡ്രസ്സ് മാറി വാ. ചെല്ല്, ഒന്ന് പോടോ. ആ, ഹലോ. ആ, ഇപ്പൊ വരാം, ഒരു 10 മിനിറ്റ്. ഓക്കെ. എത്രയായി? 30. ഹലോ. ആ, ഞാൻ ദാ എത്തി. വാ. വെൽക്കം മാം. എന്താ വേണ്ടത്? സാരി കളക്ഷൻസ്. ഇതാ അവിടെ വരൂ. ആ, വിവേക് വാ വാ. ഇന്ദു വിട്. ഇതാണ് വിവേക്, എന്റെ വുഡ് ബി. ഇപ്പൊ ദുബായിലാ. വിവേക്, ഇത് ഹരിപ്രിയ. ഹലോ. എനിക്കൊരു തലവേദന പോലെ. നിങ്ങൾ പർച്ചേസ് ചെയ്തോ? എനിക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഒന്ന് കിടന്നാ മാറിക്കോളും. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോളാം. ശരി. എന്താ പറ്റിയത്? നീ വാ. ഹലോ വിവേക്, ഞാൻ ഹരിപ്രിയയാണ്. ഓർമ്മയുണ്ടോ? ആ, എനിക്ക് മനസ്സിലായി. പറയൂ ഹരിപ്രിയ. പിന്നെ വിവേക്, എനിക്കിപ്പോഴും വിവേകിനെ വലിയ ഇഷ്ടമാ. ഇന്നിപ്പൊ കണ്ടത് മുതൽ ആ രൂപം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഐ ലവ് യു സോ മച്ച്. പിന്നെ വിവേക്, നീ ഇന്ദുവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയ നമുക്ക് കല്യാണം കഴിക്കാം. ഞാൻ 100% ഉറപ്പ് തരുന്നു. ഏയ്, നിനക്കിത് എന്തു പറ്റി? ഇത് കേൾക്കാൻ ഒരു കാലത്ത് ഞാൻ ഒരുപാട് കൊതിച്ചതാ. എനിക്കിപ്പോഴും ഇന്ദുവിനേക്കാളേറെ നിന്നെയാണ് ഇഷ്ടം. ഞാൻ വല്ലാതെ മോഹിച്ച നിന്റെ വായിൽ നിന്ന് തന്നെ ഇത് പറഞ്ഞു കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. മതി, ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാ. ഇവിടെ നിന്ന് ഒളിച്ചോടി ഏത് പ്രദേശത്ത് താമസിക്കാനും നീ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാ? വിവേക് ആലോചിച്ച് അല്പം കഴിഞ്ഞു മറുപടി പറഞ്ഞാ മതി. ഞാൻ കാത്തിരിക്കാം.
വിവേക്, ഹരി, എന്റെ സാഹചര്യം നിനക്കറിയില്ലേ? എല്ലാ കാര്യവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി താലികെട്ടൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എന്റെ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല. ഹരി, ഇനി പറഞ്ഞു തരുന്ന പോലെ ആടാൻ എനിക്ക് കഴിയൂ. എന്റെ സ്വപ്നങ്ങൾ, മോഹങ്ങൾ, വികാരങ്ങൾ എല്ലാം കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്നു. തുറന്ന മനസ്സോടെ ചിന്തിച്ച എനിക്ക് നീ തന്നെ മതിയെന്ന് തറപ്പിച്ചു പറയാം. പക്ഷേ വൈകി. ഇനി വിധിച്ചതുപോലെ വരട്ടെ. അതുകൊണ്ട് ഈ ഹതഭാഗ്യങ്ങൾ മറന്നേക്ക്. ഇന്നലെ എന്താ പറ്റിയത്? ഞാൻ വിളിച്ച് തോറ്റു. പിന്നെ മെസ്സേജ് കണ്ടപ്പോഴാ സമാധാനമായത്. എന്നാലും ഇപ്പൊ തന്നെ എന്നെ മടുത്തോ വിവേക്? ഇന്ദു, നീ എന്റെ പെണ്ണായി വരേണ്ടവളല്ലേ? ഞാൻ നിന്നിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ വിചാരിക്കണം? ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴെല്ലാം നീ ബിസിയായിരുന്നു. അപ്പൊ ഏതൊരു പെണ്ണും സംശയിക്കില്ലേ? അത്രേ ഉള്ളൂ. അതാണോ കാര്യം? ഇന്ദു, നീ ഇന്നലെ വിളിച്ചപ്പോഴേ ഫോണില് ഹരിപ്രിയ ആയിരുന്നു. ഹരിപ്രിയയോ? അതെ. നീ എന്താ ഞെട്ടിയത്? ഒന്നുമില്ല. അവൾക്കെന്താ ഭവാനുമായിട്ടൊരു കണക്ഷൻ? ഞാൻ ഇനി ഒന്നും ഒളിക്കുന്നില്ല. നീ എന്റെ പ്രാണസികയായിട്ട് വരേണ്ടവളല്ലേ? എന്താ ഒരു സംശയം? ഇനി വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇന്ദു, എന്റെയും നിന്റെ ഇടയിൽ ഇനി ഒരു വിടവും ഉണ്ടാവില്ല. അതെ, നമ്മൾ ഇനി ഒരേ മനസ്സോടുകൂടി കഴിയേണ്ടവരാണ്. നീ ഇന്നലെ വിളിച്ചപ്പോ എന്റെ ഫോണിൽ ഹരിപ്രിയ തന്നെയായിരുന്നു. അവൾക്കെന്താ നിന്നോട് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇന്ദു, നീ വിചാരിക്കുന്ന ആളല്ല ഹരിപ്രിയ. അവൾക്ക് എന്നെ വളരെ ഇഷ്ടാ. അവളോടൊപ്പം ജീവിക്കാൻ എന്നെ ക്ഷണിക്കുന്ന കോളാ ഇന്നലെ വന്നത്. ഒരുപക്ഷെ ഒരു കൗതുകമായ കാര്യമായി നിനക്ക് തോന്നാം. എന്നാലും ദീർഘനേരം സംസാരിച്ചത് അവളാ. ഞാൻ അവളോട് എന്റെ ഇഷ്ടക്കേട് പലതവണ ആവർത്തിക്കേണ്ടി വന്നു. നീയൊരു പക്ഷേ വിശ്വസിക്കില്ലായിരിക്കാം, പക്ഷെ സത്യം അതാണ്. വിവേക് പറയുന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കണം? എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന വിവേക് പറയുന്നത് കേൾക്കേണ്ടവളല്ലേ ഞാൻ? എന്നാ ഞാൻ പറയാം. എന്നെ നിന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചവളാണ് ഹരിപ്രിയ. ശരി വിവേക്, ഹരിപ്രിയെക്കുറിച്ച് എന്റെ ധാരണകൾ തെറ്റാണെന്ന് ഇപ്പം മനസ്സിലായി. വിവേക് ഇക്കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവിശ്വസിച്ചേനെ. ഹരിപ്രിയ. ഏയ് ഇന്ദു, നീ ഇന്നലെ വിളിച്ചപ്പോഴേ ഫോണില് ഹരിപ്രിയായിരുന്നു. അവൾക്ക് എന്നെ വളരെ ഇഷ്ടാ. അവളോടൊപ്പം ജീവിക്കാൻ എന്നെ ക്ഷണിക്കുന്ന കോളാ ഇന്നലെ വന്നത്. എന്നെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചവളാണ് ഹരിപ്രിയ.
ഹരി 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 ഹരി, നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നു. എങ്കിൽ ഞാൻ പിന്മാറുമായിരുന്നു. എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് ഹരി. ഞാൻ കാരണമാണ് നീ ഇലക്ഷനിൽ വരെ തോറ്റത്. ഞാനാണ് നിന്നെ തോൽപ്പിച്ചത്. ഞാൻ ആ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. ആ മനസ്സിൽ എന്നോട് പകയില്ലെന്ന് പറയൂ ഹരി. ഹരി, നമ്മൾ ഇപ്പോഴും ആത്മസുഹൃത്തുക്കളല്ലേ? നീ എന്നോട് മാപ്പ് ചോദിക്കുന്നു. നീ എന്റെ മാർഗം കൃത്യമായി പറഞ്ഞു തരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥ എന്താ? സ്കൂളിൽ പോലും എന്നെ ആർക്കും വിലയില്ലാതായി. ഈ ഞാനിപ്പോ ആരും തിരഞ്ഞു വരാനില്ലാത്ത നിഘണ്ടുവിലെ ഒരു വാക്കുപോലെയായി. വ്യർത്ഥമായ ജീവിതം. നീ കല്യാണം കഴിഞ്ഞ് ദുബായിൽ പോയി ആ സ്വർഗരാജ്യത്തിൽ തിമിർത്തുല്ലസിച്ചങ്ങ് ജീവിക്കും. ഹരി, ഞാൻ വലിയ തെറ്റുകാരിയാണ്. കുറ്റബോധം കൊണ്ടെന്നെ തല കുനിയുന്നുണ്ട്. നീ എന്നോടിത് ചെയ്യണമായിരുന്നോ? നിനക്കിപ്പോ വിവേകേട്ടൻ, സ്കൂള്, സുഖകരമായ ദാമ്പത്യ ജീവിതം. എന്റെ കാര്യോ? എനിക്കിപ്പോ സ്കൂളില്ല, പൊതുപ്രവർത്തനങ്ങളില്ല, എന്റെ ഇഷ്ടങ്ങളൊന്നുമില്ല. ഈ 4 മുറി ചുമർ മാത്രം. തെറ്റുകൾ പറ്റിപ്പോയി ഹരി, ഞാൻ സമ്മതിക്കുന്നു. എനിക്കപ്പോ ഒരുതരം വാശിയായിരുന്നു. ഞാൻ നിന്നെ മനഃപൂർവ്വം തോൽപ്പിക്കുമായിരുന്നു. അതിലെനിക്ക് അതിയായ സങ്കടമുണ്ട്. ഹരി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിനക്കൊരു പുരുഷനെ കിട്ടിയപ്പോ, നീ നിന്റെ സ്വപ്നങ്ങൾ കയ്യെത്തി പിടിച്ചപ്പോ, അതെല്ലാം വിട്ടുപോകുന്നുള്ള ഭയത്താൽ എന്തും ചെയ്യാൻ മടിയില്ലാതെ എന്റെ മുന്നിൽ ഇറക്കാൻ വന്നിരിക്കുന്നു. ഞാൻ കുറെ സ്വപ്നം കണ്ടുപോയി ഹരി. വിവേകിനെ എനിക്കിനി മറക്കാൻ കഴിയില്ല. നിന്റെ വിവേക്, ദാ കേൾക്ക് അവന്റെ തനി സ്വരൂപം. എനിക്കിപ്പോഴും ഇന്ദുവിനേക്കാളേറെ നിന്നെയാണ് ഇഷ്ടം. ഇവിടെ നിന്ന് ഒളിച്ചോടി ഏത് പ്രദേശത്ത് താമസിക്കാനും നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രയാസവും ഇല്ല. ഞാൻ ഏറ്റവും മോഹിച്ച പെണ്ണാണ് നീ. നീ ഇല്ലെങ്കിൽ ജീവിതമില്ലെന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു. ഇന്ദുവിനെ കല്യാണം കഴിച്ച് ഒരു ശാപം ഗ്രസിച്ച ജന്മമായി ഞാൻ തുടർന്നോളാം. ഹരി, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ആരെയാ വിശ്വസിക്കേണ്ടത്? പലതും മറച്ചു വെച്ചെന്നെ എല്ലാരും ചീറ്റ് ചെയ്യുകയാണോ? I'm a fool. I'm a fool. I'm a... നീ ഇന്നലെ വിളിച്ചപ്പോഴേ ഫോണിൽ ഹരിപ്രിയായിരുന്നു. അവൾക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. നിന്റെ വിവേക്, ദാ കേൾക്ക് അവന്റെ തനി സ്വരൂപം. ഞാൻ ഏറ്റവും മോഹിച്ച പെണ്ണാണ് നീ. നീ ഇല്ലെങ്കിൽ ജീവിതമില്ലെന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു. അവളോടൊപ്പം ജീവിക്കാൻ എന്നെ ക്ഷണിക്കുന്ന കോളാ ഇന്നലെ വന്നത്.
ഹലോ വിവേകേട്ടാ. എന്താ എന്തു കുട്ടി? എന്നെ കാണാൻ തുടുക്കുവായോ? മനസ്സിലായി. 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. വിവേകേട്ടാ, എന്താ ഇത്? എനിക്ക് വയ്യ. 4 ദിവസം പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്റെ സ്വാതന്ത്ര്യത്തിന് ഇനി 4 ദിവസത്തെ ആയുസ് മാത്രം. ഒന്ന് പോ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭവതി പറഞ്ഞോളൂ. എൻ്റെ ഏറ്റവും വലിയ ആശയാണ്. പറയടൂ. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഒരിടത്ത് ആദ്യം പോണം. അതെൻ്റെ ഒരു നേർച്ചയാ. വിവേകേട്ടൻ എൻ്റെ കൂടെ വരില്ലേ? ഭാര്യ പറഞ്ഞാ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ ശരി, വിവാഹം കഴിഞ്ഞ് 2 പേരും മാത്രം ആ നേർച്ച നിർവഹിക്കാൻ പോകുന്നു. താങ്കളുടെ ഇഷ്ടം പോലെ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നാ ശരി, ഇറങ്ങട്ടെ. ശരി, വാ. വരൂ. ഇതാ ഇപ്പൊ നന്നായേ. കല്യാണം കഴിഞ്ഞ് നേരെ എന്റെ അനുഗ്രഹം വാങ്ങാൻ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. ഇന്ദു, എന്തായാലും നിന്റെ മനസ്സിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയാ കുറച്ച് ദിവസമായി ഞാൻ കാത്തിരുന്നത്. എന്താ, നിനക്ക് വേണമെങ്കിൽ വിവേകിനെ നീ എടുത്തോ. ഞാൻ കെട്ടിയ പുരുഷനെ 2ാം ഭർത്താവായി. എന്തായാലും നിനക്ക് ആദ്യ ഭർത്താവായി വിവേകിനെ കിട്ടില്ല. എന്റെ ഒരു വാശിയാ ഇപ്പൊ നിറവേറി. ഞാൻ ജയിച്ചു. വിവേക് ഒരു പുരുഷനാണ് പോലും. ഇന്ദു, എന്തു ഭ്രാന്താ നീ പറയുന്നത്? ഇന്ദു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇനി നീ വിവേകിന്റെ ഭാര്യയാണ്. നിങ്ങൾ ഒരു കുടുംബമായി കഴിയേണ്ടവരാ. സ്ത്രീകളെ കളിപ്പാട്ടമാക്കി കൊണ്ടു നടക്കാൻ മോഹമുള്ള നിന്നെ പോലുള്ള ചില പുരുഷന്മാർക്ക് ഇതൊരു താക്കീതാവട്ടെ. നിന്റെ പഞ്ചാരവാക്കിൽ മയങ്ങുന്ന ഒരു ഇന്ദു അല്ല ഇത്. കല്യാണ തലേന്ന് പോയി കാമുകിമാരോടൊപ്പം സല്ലപിക്കുന്ന നിന്റെ സംസ്കാരം ഉണ്ടല്ലോ, അത് വേണ്ട. ഇന്ദു, നീ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള്. ഞാൻ വിവേകിനെ വലയിൽപ്പെടുത്തിയതാ. അപ്പോഴാ വിവേകിന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഓ, കഴിഞ്ഞ കാര്യങ്ങൾ മറന്ന് നിങ്ങൾ ഒന്നായി ജീവിക്കണം. എന്റെ ഒരു അപേക്ഷയാ. ഓ, ജീവിതം. ഇപ്പൊ നിങ്ങൾ 2 പേരും ഒരേ അഭിപ്രായക്കാർ, ഒരേ താല്പര്യം. എന്നാ വൈകിക്കണ്ട, 2 പേരും ഒന്നിച്ച് ജീവിച്ച് കൊതി തീർത്തോ. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ ഇപ്പൊ വിവേകിനെ ഇതാ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. മനസ്സുകൊണ്ട് പല സ്ത്രീകളോടൊപ്പം ശയിക്കുന്ന ഒരു പുരുഷനെ എനിക്ക് വേണ്ട.
ഹരി, ഇന്ദു പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. എൻ്റെ മനസ്സിൽ ഞാൻ മാറ്റിവെച്ച സ്വപ്നം ഇങ്ങനെയെങ്കിലും നടന്നല്ലോ. നിന്റെ മോഹന വാഗ്ദാനത്തിന് മുന്നിൽ മുല്ലപ്പൂ ചൂടി താലി കെട്ടാൻ ശിരസ് കുനിച്ചു തരുന്ന അബലയായ സ്ത്രീകളെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വിവേകനെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. മനം നിറഞ്ഞ് പവിത്രതയോടെ ചാർത്തി തരുന്ന ആ താലിയുണ്ടല്ലോ, നിന്നെ പോലുള്ളവർക്ക് അടിമകളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചരട്, അതെന്റെ കഴുത്തിൽ കുരുക്കാവുന്ന നീ വ്യാമോഹിക്കണ്ട. ഞാൻ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇടറി വീണപ്പോൾ, ചില മിഥ്യാധാരണകൾ എന്റെ ഭൗതിക തലത്തെ ഉണർത്തിയപ്പോൾ, കൂടെ നിന്നവരെല്ലാം എന്നെ വീഴ്ത്താൻ ശ്രമിച്ചവരെന്ന് ഞാൻ കരുതിയപ്പോൾ, പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, മറ്റൊരാൾക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ എന്ന വ്യക്തിയെ സ്വയം ബോധത്തോടെ മുന്നോട്ട് നയിക്കേണ്ട ആത്മശക്തി എന്നിൽ നിന്ന് തന്നെ പ്രവഹിക്കണം. ഞാൻ എന്നെ തിരിച്ചറിയുന്നു. എൻ്റെ കർമ്മമണ്ഡലം അത് ഞാൻ സ്വയം കണ്ടെത്തി എനിക്ക് ആത്മഹർഷം നൽകുന്നതാവണം. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യ സഹജ കാരണങ്ങളാലും ചില സാങ്കേതിക കാരണങ്ങളാലും ഈ ട്രസ്റ്റി പദവിയിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തതിനാൽ നമ്മുടെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം ഔദ്യോഗികമായി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ സേവനകാലത്ത് യാതൊരുവിധ വിഷമതകളും ട്രസ്റ്റിന് സംഭവിച്ചിട്ടില്ല എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ പദവിയോട് വിട പറയുന്നത്. എൻ്റെ കാലത്തെ നേട്ടങ്ങൾ ഞാൻ തന്നെ എണ്ണിപ്പറയുന്നത് എൻ്റെ ഒരു അഹംഭാവമായി നിങ്ങൾ കരുതും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എന്നിരുന്നാലും ഈ ട്രസ്റ്റിൻ്റെ സേവനം പ്രതീക്ഷിച്ചതിലും കൂടുതൽ മേഖലകളിൽ എത്തിക്കുവാൻ കഴിഞ്ഞു. അതിൽ അനൽപമായ ആത്മഹർഷം എനിക്കുണ്ട്. എൻ്റെ കൂടെ വളർന്നു വന്ന ഒരു യുവ പ്രതിഭ തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിപ്രിയ ടീച്ചറിലേക്ക് ഞാൻ എൻ്റെ പദവി കൈമാറുന്നു. അവരുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഈ ട്രസ്റ്റിനെ ഔന്നത്യത്തിൻ്റെ മഹത്തായ പദവിയിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടീച്ചർക്ക് എല്ലാവിധ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ ടീച്ചറെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. വന്ധ്യ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അർഹിക്കുന്നതിലപ്പുറമായി ഒരു വലിയ പദവിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആയതിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സേവനകാലത്ത് നമ്മുടെ കാരുണ്യം കാത്തിരിക്കുന്ന ദരിദ്ര ബാല്യങ്ങളുടെയും അശരണരുടെയും ഇടയിലേക്ക് ഒരു ചെറിയ സാന്ത്വനവുമായി കടന്നു ചെല്ലാൻ കഴിയണമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഇന്നു മുതൽ ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു കൈത്താങ്ങ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
ഇന്ദു, ഹരി, എന്റെ മോളെ വാ.